കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംഭവത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരണത്തിന് ശ്രമിക്കുന്നു. ഇടതുപക്ഷം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടി തോരായിക്കടവ് പാലം തകർന്നതിൽ ടെക്നിക്കൽ വിദഗ്ധരുടെ യോഗം വിളിക്കും. പിഴവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെ ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് UDF BJP നടത്തുന്നത്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. അതിലൊന്നും പ്രയാസമില്ല. റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയാൽ അതിൽ നിലപാട് സ്വീകരിക്കും. കൃത്യവിലോപത്തിന് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല LDF സർക്കാരിൻ്റെത്. തെറ്റായ പ്രവണതകൾ ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ സർക്കാരിൻ്റെ കർക്കശ നിലപാടാണ്. 2016 മുതൽ ഈ 9-9.25 വർഷം എടുത്ത് പരിശോധിച്ചാൽ LDF സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളത്തിൽ ഇത്തരം പ്രവണതകൾ കുറക്കാൻ കാരണമായിട്ടുണ്ട്. പൊതുവെ പരിശോധിക്കും. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ആലപ്പുഴയിലെ സംഭവം നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടാണ്. ഈ 9-9.25 കൊല്ലത്തെ സംഭവങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. സന്ധ്യയില്ല. പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ സൈഡ് മറ്റുമൊക്കെ തന്നെ നമ്മളൊന്നും കൂടി അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇപ്പോൾ NIT കോഴിക്കോട്, അതുപോലെ IIT മദ്രാസ്, ചെന്നൈ, ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാൻ ഒരു മീറ്റിങ്ങും ഇതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർക്കുന്നുണ്ട്.